അത് കാടില്ലെങ്കിൽ നാടില്ല, നാടില്ലെങ്കിൽ നാട്ടാരില്ല, നാട്ടാരില്ലെങ്കിൽ അതിൽ നമ്മളുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു കോഷനായിട്ട് തോന്നി. എന്നാലും എനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നൊരു കാര്യം, ഇവിടെ മൃഗങ്ങൾക്കാണോ അതുപോലെ മനുഷ്യർക്കാണോ പ്രാധാന്യം എന്ന് എനിക്കറിയില്ല. മനുഷ്യൻ്റെ സുഗമമായ സഞ്ചാരത്തിനും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പെടുന്നതാണ് ഗവൺമെൻറ്. അതിനകത്ത് പല തസ്തികകളുണ്ട്. അതിൽ റവന്യൂ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ KSEB ഉണ്ട്, KSRTC ഉണ്ട്. ഇങ്ങനെ പല പല തസ്തികകൾ അതിൻ്റെ കീഴിലുണ്ട്. ഇതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മൃഗങ്ങളെ സംരക്ഷിക്കാനാണോ അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാനാണോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കറിയില്ല. ശരിക്കും നമ്മളൊരു ലോജിക്കിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് ഇതെല്ലാം? മനുഷ്യരുടെ സുഗമമായ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ ഈ സംഭവങ്ങളൊക്കെ, അല്ലാതെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഈ ആളുകൾക്കൊക്കെ സാലറി കൊടുക്കുന്നത് കാട്ടിൽ ജീവിക്കുന്ന ആനയും പോത്തും കരടിയും